അബിയെ പറയ്. ഞാൻ ഇവിടെ ഉണ്ടടാ, ഷെഡിലുണ്ട്. ഞാൻ നമ്മളെ ഡ്രൈവറിനാണല്ലോ പുതിയ വണ്ടി കൊടുത്തിനല്ലോ നമ്മള്. ഓൻ ഇപ്പം കൂടെ വരാന്ന് പറഞ്ഞു. അപ്പൊ ഓനെ വെയിറ്റ് ചെയ്യാ. പഠിച്ചോനെ മുതലാളി ഒന്നും പറയാണ്ടിരുന്നാ മതി. അസ്സലാമലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. പിന്നെ എന്തൊക്കെ ഉഷാറല്ലേ? അൽഹംദുലില്ലാ. പെരുന്നാളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എവിടെ ട്രിപ്പ് ഇട്ടാൻ പോയിനോ? ഓട്ടൊക്കെ ഉണ്ടായിരുന്നു മുതലാളി. ഓട്ടൊക്കെ അൽഹംദുലില്ലാ ഉഷാറായിട്ടുണ്ടായിരുന്നു. അല്ലെ നമുക്ക് ആ കണക്കൊന്ന് ക്ലിയർ ആക്കാൻ ഉണ്ടായിരുന്നു. കണക്ക് ക്ലിയർ ചെയ്യണോ? എങ്ങനെ വിധിച്ചിരിക്കണം. ആണോ? അപ്പൊ ഒന്ന് ക്ലിയർ ആക്കിയാലോ? അല്ല എത്ര ബാലൻസ് ഉള്ളേ? ബാലൻസ് മുതലാളി ഇപ്രാവശ്യം മുതലാളിക്ക് തരാനുള്ള പൈസ ഉണ്ടാവില്ല. എന്താ നല്ലോണം ഓട്ടം പറഞ്ഞല്ലോ. നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് ബോഡി വർക്ക്ഷോപ്പിൽ കുറച്ച് പണി ഉണ്ടായിരുന്നു. അല്ല പണിയൊക്കെ എടുപ്പിച്ചല്ലേ എനിക്ക് വണ്ടി അന്നിന്? പണി ഘടിപ്പിച്ചിട്ട് അതിന് മുതലാളി വണ്ടി തന്നേ. പക്ഷേങ്കില് വണ്ടി ചെറുതായിട്ടൊന്ന് തട്ടീന് മുതലാളി. ഇല്ല പറയാൻ മാത്രമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ തട്ടിയപ്പോ കുറച്ച് ഇങ്ങനെ 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 ഫ്രണ്ടിലും ബാക്കിലൊക്കെ ആയിട്ട് കുറച്ചുണ്ട്. മുതലാളി വരും. മുതലാളിക്ക് ഞാൻ കാണിച്ചാ മുതലാളി പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ പൊടിക്ക് കാണിച്ചരാ. ഇതുണ്ടോ ഇവിടെ ചെറുതായിട്ടൊന്ന് ചതങ്ങിക്കണം. ശരി കാണിച്ചരാ. ഇതുണ്ടോ ഇവിടൊക്കെ ജസ്റ്റ് ഒന്ന് ചതങ്ങിയിട്ടേ ഉള്ളൂ. പിന്നെതാ ഇവിടെ ചതകുണ്ട്. ഈ സൈഡിലുണ്ട് മുതലാളി. പിന്നുള്ളത് ഇവര് ബാക്കിൽ മുതലാളി. പിന്നെ ഈ സാധനങ്ങളൊക്കെ ഇതാ ഒക്കെ പൊളിച്ച് പണിയാക്കി ചെയ്തു മുതലാളി. ഇതുണ്ടോ ചെറുതായിട്ടൊന്ന് ഇവിടെ ഒന്ന് വെച്ചു. ഇതൊക്കെ കൂടി പണി കഴിഞ്ഞ് ഏകദേശം 5-6 റുപ്യന്റെ അടുത്ത് പണി ഉണ്ടാവുള്ളൂ മുതലാളി. പിന്നെ മുതലാളിക്ക് തരാൻ പൈസ ഒന്നും ഉണ്ടാവില്ലല്ലോ മുതലാളി. ഇതിപ്പോ ചെങ്ങായി പൊളിച്ചടിച്ചിരിക്കുന്നല്ലോ. ഒരു മാസം കൊണ്ട് ഇനി കോലത്തിലാക്കി തന്നെങ്കിൽ ഒരു കൊല്ലം എന്നെ ഓടിക്കാനാക്കിയാലോ. ഇനി മിക്കവാറും 4 ടയറും ആക്കി തരും. മോനെ ചാവി തന്ന് വിട്ടോ. മുതലാളിനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണുള്ള അവസ്ഥ.